ചേച്ചി കൽപ്പന ചേച്ചി പലതരത്തിലുള്ള തമാശകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വയം ട്രോൾ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ വീട്ടിൽ രണ്ട് അതിസുന്ദരികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ടെററായിപ്പോയെന്നാണ് ചേച്ചി പലപ്പോഴും പറയുന്നത്. ഈ സുന്ദരിമാരെയൊക്കെ പരിചയപ്പെടുത്താൻ വിളിക്കും, അപ്പം ഒരു ടെററായിട്ടുള്ള എല്ലും തീ ഒരു പെങ്കൊച്ചു വരും. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ 8-ാം വയസ്സ് മുതലോ മറ്റോ ചേച്ചി തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. ചേച്ചിയുടെ ഒരു വർത്തമാനത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആവുമെന്ന് പറയുന്ന സ്ഥലത്തും ചേച്ചി ഗംഭീരമായിട്ട് വേറൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ഭയങ്കര സ്പോണ്ടേനിറ്റി വരികയൊക്കെ ചെയ്തു. ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. വീട്ടിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് കൽപ്പനയാണ്. കൽപ്പന കഴിഞ്ഞാണ് ബാക്കിയുള്ളവർ വരുന്നത്. ഞാൻ ലാസ്റ്റ് വന്ന ആർട്ടിസ്റ്റ്. ഞാൻ അഭിനയിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് വന്നാൽ ശ്രീമാൻ നമ്പി സാറിൻ്റെ ഒരു നിർബന്ധത്തിൽ വന്നതാണ്. അതിലും കൽപ്പനയാണ് ബുക്ക് ചെയ്തിരുന്ന പടത്തിൽ. അവള് മാറി എന്നിട്ട് എനിക്ക് ആ ക്യാരക്ടർ തരികയായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നു പടത്തിൽ? പേര് ചേച്ചി വിട്ടു ഞാൻ ശ്രീമാൻ നമ്പി സാറിന്റെ സാറ് തന്നെ എഴുതിയ സ്വന്തമെന്ന പദം ആ പടത്തിൽ. അപ്പൊ കൽപ്പന ആർട്ടിസ്റ്റാണ്. അവള് ഫസ്റ്റ് മുതൽ സ്കൂള് മുതൽ അവള് മിമിക്രി മോണോക്ടൊക്കെ ചെയ്യുന്നുണ്ട്. കോമഡി എന്ന് പറയുന്ന അവള് സിനിമയിൽ വിജയവത്തി കാണിച്ചതിന് 100-1 കാണിച്ചിട്ടുള്ളൂ. ചുറ്റും കണ്ണ് തുറന്നഴിച്ച് വരുന്നത് ആർക്കെങ്കിലും ഒരാപ്പ് വെച്ചിട്ടായിരിക്കും. നിങ്ങൾ 4 പേരെ കൈകാര്യം ചെയ്യാൻ 2 കാല് 2 കൈയും വേണമായിരുന്നു. പാവത്തിനത് അവളാണ് എന്റെ ദൈവമേ. അയ്യോ, അത് ഓരോന്നും പറഞ്ഞു തന്നെ ഇതില് തീരത്തില്ല. അത്രയ്ക്കുണ്ട് കൽപ്പനയുടെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട്. പക്ഷെ അത്രയും സന്തോഷം തന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ചിരി മാച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ചിരിയും കൊണ്ട് പോക്കളഞ്ഞു. ഒരുപാട് കോമഡി പറയാനുണ്ട്. ഒത്തിരി ഉണ്ട്. വഴക്കാളിയായിരുന്നു. തല്ലു. കാരണം ഇവിടെ ഓരോന്ന് കാണിച്ചുകൊണ്ട് വരും. കാണിച്ചുകൊണ്ട് വരുന്നതിന് ഉർവശിയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ഞാനൊന്നിനും പോവില്ല. അതിന് ഉർവശിക്കിട്ട് അടി എന്റെ ദൈവമേ, നരിച്ചീർന്നാ വിളിക്കുന്ന ഉർവശിയെ. കീന്ന് മഞ്ഞൊരു വിളിച്ചു കഴിഞ്ഞാൽ അവള് പിന്നെ അച്ഛൻ്റെ മുമ്പിൽ ചെന്നേ നിൽക്കത്തുള്ളൂ. ഭയങ്കര വോയിസാ. അപ്പോൾ അവളെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും എന്നെ പിന്നെ ഒന്നിനും അടയും ഉണ്ടായിരിക്കും. ചേച്ചി ഉള്ളൊഴുക്ക് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഉർവശി ചേച്ചി ഞാൻ കുറച്ച് പകുതി കണ്ടിട്ട് പറ്റുന്നില്ല കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഫുള്ള് കണ്ടില്ല. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു എനിക്ക് കാണാൻ പറ്റില്ല. ഇത് കരിമീൻ പൂവിനക്കരെ. ഇതൊക്കെ നമുക്ക് ഒരു ആശ്വാസമില്ല ആ പടത്തില്. ഫുള്ള് ദുഃഖം മാത്രമാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് പകുതി കണ്ടു, ഇനി പകുതി പിന്നെ കാണാന്ന് വെച്ചു. ചേച്ചി ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ ജയ ബേബി കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പാരഞ്ജിത്തിന്റെ പടമാണ് പ്രൊഡക്ഷൻ, നീലം പ്രൊഡക്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി ഇത്രയും സിനിമ നമുക്ക് തന്നല്ലോ, ചേച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണ് നമ്മൾ ജയ ബേബി എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഉള്ളൊഴുക്ക് വന്നു. അതിനും അസാധ്യമായ പ്രകടനം. ചേച്ചിയുടെ ആ ഷോട്ട് ശരിക്കും അയാൾ കട്ട് ചെയ്യാത്തതാണെന്നാണ് പറഞ്ഞത് സംവിധായകൻ. ഡിഫറെന്റ് കട്ട് ഷോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയുടെ പ്രകടനം കൊണ്ട് അത് മാത്രം മതി ഡെപ്തിൽ എന്ന് വിശ്വസിച്ചു. ആ ഷോട്ട് ചേച്ചി കണ്ടിട്ടുണ്ടാവും. അത് കാരണം തുടക്കത്തിലാണല്ലോ ഉള്ളത്. ചേച്ചിയെ കുറിച്ച്, ചേച്ചിയുടെ അഭിനയത്തിന്റെ ഈ പുതുക്കപ്പെടുന്ന ഒരു സ്വഭാവം ഇല്ലേ, അതിനെ കുറിച്ചും കൂടെ ഒന്ന് കമന്റ് ചെയ്യും. ഉർവശിക്ക് ശരിക്കും ഉർവശി നിറക്കൂട്ട് ഒക്കെ ചെയ്യുന്നില്ലേ, അതുവരെ അവള് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് എൻ്റെ ലൈഫ് കൊണ്ടുപോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ ചേഞ്ച് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഓരോ ക്യാരക്ടർ ജീവിക്കുക. കംപ്ലീറ്റ് അത് സ്ക്രിപ്റ്റ് വായിച്ച് ആ ക്യാരക്ടറായിട്ട് അതെങ്ങനെ ചെയ്യാം. പക്ഷെ വേറൊന്ന്, അവൾ ആ ഷോട്ടിന് വരുമ്പോഴാണ് ആ ക്യാരക്ടറായിട്ട് മാറുന്നത്. 2 ദിവസം മുമ്പേ അങ്ങനെ ഇരിക്കത്തില്ല. പക്ഷെ അതൊരു വലിയ അനുഗ്രഹമാണ്. ഉർവശി എന്നുള്ള മഹാനടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആരാധിക്കുന്ന ഒരു നടിയാണ്. പൊടിമോളാണ് എൻ്റെ അനിയത്തി. എൻ്റെ വീട്ടിൽ എനിക്ക് പൊടിമോളാണ്. പക്ഷെ നടിയൊന്നുള്ള ലെവല് മാസ്. അങ്ങനൊരു കലാകാരിക്ക് സഹോദരിയായിട്ട് വന്നതിൽ സത്യത്തെ അഭിമാനമാണ്. അതൊരു ആർട്ടിസ്റ്റാണ് പറയുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതായത് സഹോദരി എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണെന്ന് തെളിയിച്ച ആൾക്കാർ തന്നെ ഈ കമന്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സുഖമാണ് കേൾക്കാൻ. ചേച്ചിയുടെ ആരാധകരായിട്ടുള്ള ഞങ്ങൾക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്നത്. ശരിക്കും സൈജു, ശരിക്കും അന്താക്ഷരി പോലൊരു പടം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആട് ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പറ്റനില്ല ഷാജിയേട്ട എന്ന് പറയുന്ന ഡയലോഗ് നമ്മളൊരു കാലത്ത് മറക്കില്ല. മറ്റേ കമ്പിളി പുതപ്പെന്നൊക്കെ പറയുമ്പോൾ ഒരു
പ്രയോഗമായി, സാഹിത്യ പ്രയോഗമായി മാറി. എന്നുവെച്ചാൽ എവിടെ നമ്മൾ മാസ് കാണിക്കാൻ ചെല്ലുമ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഡയലോഗാണിത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നല്ലേ ഷാജി ഏട്ടാ എന്ന് പറയുമ്പോൾ ആ സീന് ലൈറ്റ് ആവുകയാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വരാൻ കഴിഞ്ഞത് നല്ലതാണ്. പക്ഷേ അന്താക്ഷരി പോലൊരു പടം സെലക്ട് ചെയ്യുന്ന സമയത്ത് സൈജുവിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? അത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്തു വെച്ചും കോമഡികൾ ഇങ്ങനെ നിരന്തരമായി ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്പേസിൽ നിന്ന് അന്താക്ഷരിയിലേക്ക് പോകുമ്പോൾ, ഇല്ലെങ്കിൽ അത്തരം ഒരു ഡെപ്തിലുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ചിന്തിച്ചിരുന്നത്? എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നൊക്കെയുള്ള അതൊരു എന്നെ സംബന്ധിച്ച് ആസ് ആൻ ആക്ടർ ഒരു ഭയങ്കര ചേഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. വിപിൻ ദാസിന്റെ ഫസ്റ്റ് പടം മുദ്ഗൗവില് ഞാൻ ഭാഗമാവേണ്ടതായിരുന്നു. എനിക്ക് ആ സമയത്ത് ഈ ഡേറ്റിന്റെ പ്രശ്നം കാരണം ആകാൻ പറ്റാഞ്ഞതാണ്. സൗബിനും ഹരീഷ് കണാരനും ചെയ്ത സീരിയൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞ സീരിയൽ ഒരുപാട് കാണുന്ന കില്ലേഴ്സ് ആയിട്ട് അഭിനയിക്കുന്ന 2 ക്യാരക്ടേഴ്സ്. അതിനകത്ത് ഏതോ ഒരു ക്യാരക്ടർ, ഏതാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മുദ്ഗവ് ഞാൻ ഫസ്റ്റ് ഡേ പത്മയിൽ പോയി കണ്ടു. എന്നിട്ട് ഞാൻ പ്രൊഡ്യൂസേഴ്സിന്റെ പറഞ്ഞു ഈ പടം ഉറപ്പായിട്ടും ഹിറ്റാവുമെന്ന് പറഞ്ഞു. പക്ഷെ പടം അങ്ങനെ പോയില്ല. ബട്ട് അതിന്റെ മേക്കിംഗ് ആയാലും അതിന്റെ റൈറ്റിംഗ് ആയാലും ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ കോവിഡ് ഒക്കെ വന്ന് ലോക്ക്ഡൌൺ ഒക്കെ പതുക്കെ കുറച്ച് റിലാക്സ് ആകുന്ന സമയത്താണ് വിപിൻ എന്നെ വിളിച്ചിട്ട് സൈജു ഇങ്ങനെ ഒരു കഥയുണ്ട്, ഒന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ വിപിൻ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും കേൾക്കും. ഞാൻ വിപിനോട് തന്നെ പറഞ്ഞു, വിപിൻ എന്ത് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ പറ എന്താണ് പരിപാടി? അപ്പോൾ പറഞ്ഞ അന്താക്ഷരി എന്നാണ് പടത്തിന്റെ പേര്. ഒരു സൈക്കോ, ഒരു പോലീസുകാരനെ അന്താക്ഷരി കളിപ്പിച്ച് പേടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ മകളെ തട്ടും അന്താക്ഷരി കളിച്ചില്ലെങ്കിൽ. കൊള്ളാലോ കൺസെപ്റ്റ്. അപ്പൊ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. പിന്നെ അതിൻ്റെ അകത്ത് ആ കഥയിൽ ഒരു രീതിയിലും ഞാൻ നോ പറയേണ്ട ഒരു ഇതില്ലായിരുന്നു. എന്നുവെച്ചാൽ വിപിൻ ഓൾറെഡി ഒരു പടം ചെയ്ത ആളാണ്. ആ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ആ പടം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ വിപിന്റെ കാലിബറിനെ പറ്റി നമുക്കറിയാം. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് എഴുതി സംവിധാനം ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചൊരു വളരെ വ്യത്യസ്തമായ ക്യാരക്ടർ. ഇയാള് ആക്ച്വലി ഒരു ഭയങ്കര ടെററൊന്നുമല്ല. ഇദ്ദേഹം പോലീസാണല്ലോ. നമ്മൾ മിക്കവാറും പോലീസ് കഥാപാത്രങ്ങൾ ഇങ്ങനത്തെ സിനിമകളിൽ, ഒരു ത്രില്ലർ സിനിമകളിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര ടെററായിട്ടുള്ള പ്രൊട്ടാഗനിസ്റ്റ് ആയിരിക്കും പോലീസ് ഓഫീസർ ക്യാരക്ടർ. പക്ഷെ ഇയാള് ഭയങ്കര ഒരു ജോവിയലായിട്ടുള്ള കക്ഷിയാണ്. അന്താക്ഷരി കളിച്ച് അങ്ങനെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. പെറ്റി കേസിൽ വരുന്ന ആൾക്കാരെയൊക്കെ അന്താക്ഷരി കളിപ്പിക്കുക, അവർ പാടിയില്ലെങ്കിൽ അവരെ ഇടിക്കുക, പാടിയാൽ അവരെ വിടുക, ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര ലൈറ്റ് മൂഡിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അയാളുടെ ലൈഫിലേക്ക് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സൈക്കോ വരുന്നതും, അപ്പൊ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത്. അതെ. ദിവ്യ, ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ കസബ പോലൊരു സിനിമയിൽ കുറച്ച് തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വന്നിട്ട് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭീമന്റെ വഴി ഒരു ആശ്വാസമാണെന്ന് പറയുമ്പോൾ ഈ ഭരതനാട്യം ഈ കുറച്ചുകൂടെ മുഖം മാറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അത് എത്രത്തോളം മാറി വരും എന്നുള്ളത് തിയേറ്ററാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ സമീപിക്കുന്നുണ്ട്. ഈ ഭരതനാട്യം എന്തുകൊണ്ട് അങ്ങനെ ആവുമെന്നാണ് ദിവ ശരിക്കും വിചാരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഭരതനാട്യം ശ്രദ്ധിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭരതനാട്യത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് അറിയാവുന്നവരാ.